നല്ല ഗോവൻ സ്റ്റൈലിൽ നല്ല അടിപൊളി ഒരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു പ്രോൺസ് ഫ്രൈ ഉണ്ടാക്കിയാലോ. ഈ ഗോവയിലേക്ക് പോയാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രൈ ആണ് കേട്ടോ, റവ ഫ്രൈ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. കേരളത്തിൽ അധികം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഉള്ളത് മാംഗ്ലൂരിലാണ് കേട്ടോ ഈ ഒരു റവ ഫ്രൈ ഞാൻ, പക്ഷേ അത് അത്ര ടേസ്റ്റ് ഇല്ല. മാംഗ്ലൂർ ഞാനൊരു 10 വർഷം അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ശരിക്കും റവ ഫ്രൈ അല്ല, വേറൊരു ടൈപ്പ് ഓഫ് ഒരു ഫ്രൈ ആണ് അവിടുത്തെ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ളത്. ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ജസ്റ്റിന് ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത്, പ്രോൺസ് വെച്ചിട്ട്. അപ്പം ഞാൻ എൻ്റെ റെസിപ്പി പറഞ്ഞു തരാം കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഗോവ. സത്യം പറഞ്ഞാൽ എനിക്ക് വീണ്ടും വീണ്ടും പോകുന്നു തോന്നും. ശരിക്കും ഗോവയൊക്കെ ഓർമ്മ പോകുന്നത് കഴിക്കുമ്പം. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചെമ്മീൻ കെട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെറിയ ചെമ്മീൻ തൊട്ട് വലിയ എല്ലാ സൈസിലുള്ള ചെമ്മീനും കിട്ടും. ഇപ്പോൾ ഈ ഒരു സീസണാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന ജീവനോടെ ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. ജീവനോടെ കാണുന്ന ആദ്യമായിട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വെച്ചു. അപ്പോൾ അവനെ ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അത് ഏകദേശം ചത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നല്ല ഫ്രഷ് ചെമ്മീനാണ്. അപ്പം ഞാൻ ആദ്യം ഇതിനെടുക്കുന്നത് റവയാണ് കേട്ടോ. നല്ല സൂചി റവയാണ് എടുക്കണത്. ചെമ്മീനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയാണ് ഇട്ടത് കേട്ടോ. വേറെ ഒന്നും ഇതിൽ ചേർക്കണം. കുറച്ച് ഉപ്പും ജിഞ്ചർ ഗാർലിക്ക് അല്ലെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ അതും കൂടെ ആദ്യം ഇതിലൊന്ന് പേസ്റ്റാക്കി ഒരു 10 മിനിറ്റ് ഇങ്ങനെ ചെമ്മീനിൽ വയ്ക്കുക കേട്ടോ. ആദ്യം ചെമ്മീനിൽ വെച്ചു. പിന്നെ ഈ പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഞാൻ ആ ചെമ്മീനിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെന്താ കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്യണ പോലെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മസാല പിടിപ്പിക്കുക. എന്നിട്ട് ഒരു ½ ആൻ അവർ മാറിനേറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അന്ന് നന്നായിട്ട് മസാല പിടിക്കണം. നല്ല വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണയാണ് അത്രയും നല്ലത്. നല്ല വെളിച്ചെണ്ണയിൽ ഇതേപോലെ വറുത്തെടുക്കുക. ശരിക്കും നന്നായിട്ട് മുക്കി വറുത്തെടുക്കും. പക്ഷേ നമ്മൾ അത്രയും ഒഴിക്കണമെന്നില്ല. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോഴും ഇതിൻ്റെ തല കളയാതെ വേണം കട്ട് ചെയ്യാൻ കേട്ടോ. എന്നാലും തലയും വാലിൻ്റെ മുഴുവൻ കളയാൻ പാടില്ല. ആ ഒരു രീതി കട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുന്ന പോലെ തന്നെ കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.